ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഈ ഒരു സ്ലീവ്സിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ്സ് ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷനിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോർഡറിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇതുപോലെ ഒരു അര ഇഞ്ച് നമ്മൾ ഗ്യാപ്പിൽ ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു അര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് ഇടാം. ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിനും ഒരു അര ഇഞ്ചാണ് നമ്മൾ ഒരു വീതി പറയുന്നത്. ഈ ഒരു വീതിയിൽ അപ്പോൾ നമ്മൾ ഇതുപോലെ അര ഇഞ്ച്, ഇവിടെ ഒരു ഇഞ്ച്, അര ഇഞ്ച്, ഒരു ഇഞ്ച്, അര ഇഞ്ച്. അപ്പോൾ ഈ അര ഇഞ്ചുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്ന വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പം നമ്മൾ ത്രെഡ് ഇതുപോലെ ഒറ്റ ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഈ ലൈൻസാണ് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. നമ്മുടെ ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഒരു 3 പെറ്റൽ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിലൂടെ ഇങ്ങനെ ത്രെഡ് എടുത്തു. അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ 2 ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ പെറ്റൽസ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലുള്ള കുറച്ച് പെറ്റൽസ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ പെറ്റൽസ് ചെയ്യാം. ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ 2-3 ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്.
ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്.